ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി അധികാരത്തിൽ നിന്ന് പുറത്തുപോയിരിക്കുകയാണ്. 27 വർഷത്തിനു ശേഷം കോൺഗ്രസ് AAP പാർട്ടികളെ പിന്നിലാക്കി BJP അധികാരം പിടിച്ചെടുത്തിരിക്കുകയാണ്. AAP തോറ്റതിന് പിന്നിൽ ഒരു കാരണം മാത്രമാണുള്ളത്. അവരുടെ അടിസ്ഥാന ആശയങ്ങളിൽ നിന്ന് AAP വ്യതിചലിച്ചു തുടങ്ങിയോ അന്ന് തുടങ്ങിയതാണ് അവരുടെ തകർച്ച. അഴിമതിക്കെതിരെ ജന്തർ മന്ദറിൽ തുടങ്ങിയ പോരാട്ടം ഡൽഹിയുടെ ഭരണസിരാ കേന്ദ്രത്തിലേക്ക് വരെ AAP എത്തിച്ചു. എന്നാൽ രണ്ടാം കെജ്രിവാൾ സർക്കാരിന് നേരെ ഉയർന്നു വന്ന അഴിമതി ആരോപണങ്ങളാണ് അവിടെ അവരുടെ കഥ കഴിച്ചത്. സർക്കാരിനെ നയിച്ച മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളും ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയും അടക്കം ജയിലിൽ പോയതോടെ AAP തകർന്നു. ആ തകർച്ചയുടെ ക്ലൈമാക്സ് ആണ് ഡൽഹിയിൽ കണ്ട തെരഞ്ഞെടുപ്പ് പരാജയം. അതേസമയം AAP തങ്ങളുടെ പരാജയത്തിന്റെ ഭാരം കോൺഗ്രസിന്റെ തലയിലാണ് ഇപ്പോൾ കെട്ടിവെച്ചത്. കോൺഗ്രസ് ഡൽഹിയിൽ പിടിച്ച വോട്ടുകളാണ് AAPയുടെ കഥ കഴിച്ചതെന്നാണ് AAP ആരോപിക്കുന്നത്. അതേസമയം AAPയുടെ ആരോപണങ്ങൾ കോൺഗ്രസ് പൂർണ്ണമായും തള്ളി. ആം ആദ്മി പാർട്ടി വിജയിപ്പിക്കുക എന്നത് ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ലെന്നാണ് കോൺഗ്രസ് വക്താവ് സുപ്രിയ ശ്രീനേറ്റ് AAPക്ക് തിരിച്ചടി നൽകിയത്. ശനിയാഴ്ച രാവിലെ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കവേ തലസ്ഥാന നഗരിയിൽ ആം ആദ്മിയെ വീഴ്ത്തി BJP 27 വർഷങ്ങൾക്ക് ശേഷം തലസ്ഥാന നഗരിയിൽ തിരിച്ചു വന്നതോടെയാണ് ആപ്പിനെ ജയിപ്പിക്കാൻ തങ്ങളുടെ ബാധ്യതയല്ല എന്ന് കോൺഗ്രസ് വക്താവിന്റെ പ്രതികരണം വന്നത്. കോൺഗ്രസ് ഹാട്രിക് ഡക്കിലേക്ക് നീങ്ങുമ്പോഴാണ് ആപ്പിന്റെ പരാജയത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്തെ 2 തട്ടിലായ ഇന്ത്യ സഖ്യ പാർട്ടിയുടെ പ്രതികരണം വരുന്നത്. കോൺഗ്രസ് കുറച്ചു നേരം ഒരു സീറ്റിൽ ലീഡ് ചെയ്തെങ്കിലും അതും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഡൽഹി തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിയത്. സംഭൂജരായി നിൽക്കുന്ന കോൺഗ്രസ് ഇന്ത്യ മുന്നണിയിൽ നിന്നും കടുത്ത വിമർശനം ഏറ്റുവാങ്ങുമ്പോഴാണ് കോൺഗ്രസ് വക്താവ് സുപ്രിയ ശ്രീനേറ്റ് ആപ്പിന്റെ തോൽവിയെ തങ്ങളുമായി കൂട്ടിക്കെട്ടേണ്ട എന്ന് പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്ത് തന്നെ ഇന്ത്യ മുന്നണിയിൽ ഇരു പാർട്ടികളും തമ്മിൽ തല്ലിയ വലിയ പ്രതിഷേധം ഉയർന്നിരുന്നു. പ്രധാന സഖ്യകക്ഷിയായ സമാജ്വാദി പാർട്ടിയും തൃണമൂൽ കോൺഗ്രസും എല്ലാം ആപ്പിനൊപ്പം നിന്ന് കോൺഗ്രസിനെ കൈവിടുകയും ചെയ്തിരുന്നു. സീറ്റ് വീതം വെപ്പിൽ ഇരു പാർട്ടികളും പിടിച്ച കടും പിടുത്തമാണ് ഡൽഹിയിൽ BJPക്ക് മുതൽക്കൂട്ടായത് എന്നും വിമർശനം ഉയർന്ന സാഹചര്യത്തിലാണ് AAPയെ വിജയിപ്പിക്കേണ്ട ബാധ്യത കോൺഗ്രസിന് ഇല്ലെന്ന് വക്താവിന്റെ പ്രതികരണം വന്നത്. ഞങ്ങളുടെ ഉത്തരവാദിത്തം ആം ആദ്മി പാർട്ടി വിജയിപ്പിക്കുകയല്ല, ഞങ്ങളുടെ ഉത്തരവാദിത്തം ആവേശകരമായ പ്രചാരണം നടത്തുകയും ഈ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പിലാണെങ്കിലും കഴിയുന്നത്ര ശക്തമായി മത്സരിക്കുക എന്നതുമാണ് എന്ന് പാർട്ടി വക്താക്കൾ പറയുമ്പോൾ AAPക്ക് ഉത്തരം മുട്ടുകയാണ്. ജയിക്കേണ്ടത് AAPയുടെ ഉത്തരവാദിത്തമാണ്. അതെങ്ങനെ കോൺഗ്രസിന്റെ തലയിൽ കെട്ടിവെക്കാമെന്ന ചിന്തയിലൂടെ നീങ്ങുന്ന ആം ആദ്മി പാർട്ടിക്ക് ഡൽഹിയിൽ ഇനി ഒന്നും ചെയ്യാനില്ല എന്നതും വാസ്തവമാണ്.